കുട്ടികൾക്കായുള്ള എസൻഷ്യൽ ന്യൂട്രീഷൻ ആക്ഷൻസ് എന്നതിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ പോഷകാഹാരക്കുറവ് തടയുന്നതിനുള്ള മികച്ച വഴികളെക്കുറിച്ച് നമ്മൾ പഠിക്കും. എസൻഷ്യൽ ന്യൂട്രീഷൻ ആക്ഷൻസ് പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനമാണ്. ആദ്യ 1000 ദിവസങ്ങളിൽ അവ ആവശ്യമാണ്. ആദ്യത്തെ 1000 ദിവസങ്ങൾ ഗർഭധാരണം മുതൽ കുഞ്ഞിന്റെ 2ാം ജന്മദിനം വരെ ആണ്. എസൻഷ്യൽ ന്യൂട്രീഷൻ ആക്ഷൻസ് എന്നത് ENA എന്നും അറിയപ്പെടുന്നു. ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് ENA ചരട് മുറുകെ പിടിക്കുന്നത് വൈകിപ്പിക്കുകയാണ്. പ്രസവശേഷം ഉടൻ പൊക്കിൾക്കൊടി മുറിക്കരുത്. നഴ്സിന് ആദ്യം പൊക്കിൾക്കൊടിയുടെ സ്പന്ദനം അനുഭവപ്പെടണം. സ്പന്ദനം നിൽക്കുമ്പോൾ ചരട് മുറിക്കണം. കാലതാമസമുള്ള പൊക്കിൾക്കൊടി സംയോജനം പൊക്കിൾക്കൊടി കുഞ്ഞിനും ഇടയിൽ രക്തപ്രവാഹം അനുവദിക്കുന്നു. ഇത് ആദ്യത്തെ 6 മാസത്തേക്ക് കുഞ്ഞിന്റെ അയേണിന്റെ ശേഖരം മെച്ചപ്പെടുത്തും. ഇങ്ങനെ ചെയ്യുന്നത് ഈ മാസങ്ങളിൽ ശിശുക്കളിൽ വിളർച്ചയുണ്ടാക്കുന്നത് തടയുന്നു. പൊക്കിൾക്കൊടി ചരട് മുറുക്കിയ ശേഷം കുഞ്ഞിന് മുലപ്പാൽ നൽകണം. അതിനായി കുഞ്ഞിനെ അമ്മയുടെ നഗ്നമായ വയറിൽ കിടത്തണം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് സഹജമായ ഭക്ഷണ ആസക്തിയോടെയാണ്. ഈ സ്വഭാവം കൊണ്ട് അതിനെ അമ്മയുടെ മുലപ്പാൽ കണ്ടെത്താൻ കഴിയും. കൂടാതെ മുലയൂട്ടൽ ആരംഭിക്കുക. ഈ മുഴുവൻ പ്രക്രിയയെയും ബ്രസ്റ്റ് ക്രോൾ എന്ന് വിളിക്കുന്നു. മറ്റൊരു ട്യൂട്ടോറിയലിൽ ബ്രസ്റ്റ് ക്രോളിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയലിനായി ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടത് പ്രധാനമാണ്. ആദ്യത്തെ പാലിനെ കൊളസ്ട്രം എന്ന് വിളിക്കുന്നു. നവജാത ശിശുവിനുള്ള പോഷകങ്ങളുടെ പ്രാഥമിക ഉറവിടമാണിത്. കൊളസ്ട്രം എന്നതിൽ അണുബാധയെ ചെറുക്കുന്ന ഘടകങ്ങളും നല്ല ഫാറ്റ്സുമുണ്ട്. കുഞ്ഞിന് വൈറ്റമിൻ എയുടെ ആദ്യ ഉറവിടവും മുലപ്പാലാണ്. വൈറ്റമിൻ എ ആരോഗ്യമുള്ള കണ്ണുകൾക്കും പ്രതിരോധശേഷിക്കും അത്യന്താപേക്ഷിതമാണ്. ആദ്യത്തെ 6 മാസത്തേക്ക് വൈറ്റമിൻ എ ആവശ്യങ്ങൾ നിറവേറ്റാൻ മുലപ്പാൽ മതിയാകും. 6 മാസത്തിനു ശേഷം വൈറ്റമിൻ എ സമ്പുഷ്ടമായ പൂരക ഭക്ഷണം നൽകണം. ഫലപ്രദമായ മുലയൂട്ടലിന് ശരിയായ പറ്റിച്ചേരൽ ഏറ്റവും പ്രധാനമാണ്. മുലക്കണ്ണിൽ കുഞ്ഞിന്റെ വായും മുലയും തമ്മിലുള്ള മോശം അറ്റാച്ച്മെന്റ് നിപ്പിൾ ഫീഡിങ്ങിന് കാരണമാകും. ഇത് കുഞ്ഞിന് വളരെ കുറച്ചു പാലേ കിട്ടുകയുള്ളൂ. കുഞ്ഞിന്റെ വായ ഏരിയോളയുടെ താഴത്തെ ഭാഗത്ത് ആയി വരണം. ഇതുവഴി കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കും. മുലക്കണ്ണിന് ചുറ്റുമുള്ള ഇരുണ്ട പ്രദേശമാണ് ഏരിയോള. മുലയൂട്ടൽ വിദ്യകൾ മറ്റ് ട്യൂട്ടോറിയലുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 6 മാസം പൂർത്തിയാകുമ്പോൾ കുഞ്ഞിന്റെ പോഷക ആവശ്യകത അതിവേഗം വർദ്ധിക്കുന്നു. ഈ ഘട്ടത്തിൽ മുലയൂട്ടൽ മാത്രം മതിയാകില്ല. അതിനാൽ മുലയൂട്ടലിനോടൊപ്പം പൂരക ഭക്ഷണവും കൊടുത്തു തുടങ്ങണം. കുഞ്ഞിന് 6 മാസം തികയുമ്പോൾ തന്നെ ഇത് ആരംഭിക്കണം. 6 മാസം പ്രായം ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ 6ാം മാസത്തിന്റെ ആരംഭം എന്നതല്ല. ഇതിനർത്ഥം കുഞ്ഞ് 6 മാസം പൂർത്തിയാക്കി ജീവിതത്തിന്റെ 7ാം മാസം ആരംഭിച്ചു. കൂടാതെ പ്രായത്തിനനുസരിച്ച് ഭക്ഷണത്തിന്റെ അളവും സ്ഥിരതയും മാറ്റണം. ഒരു കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ വ്യത്യസ്ത ഭക്ഷണ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കണം. ആദ്യത്തെ ഭക്ഷണ ഗ്രൂപ്പ് മുലയൂട്ടലാണ്. ധാന്യങ്ങൾ, വേരുകൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് 2ാമത്തെ ഗ്രൂപ്പ്. പയർവർഗ്ഗങ്ങൾ, വിത്തുകൾ, പരിപ്പ് എന്നിവയാണ് 3ാമത്തെ ഗ്രൂപ്പ്. 4ാമത്തെ ഗ്രൂപ്പ് പാൽ ഉൽപ്പന്നങ്ങളാണ്. മാംസം, മത്സ്യം, ചിക്കൻ എന്നിവയാണ് 5ാമത്തെ ഗ്രൂപ്പ്. 6ാമത്തെ ഗ്രൂപ്പാണ് മുട്ട. വൈറ്റമിൻ എ സമ്പന്നമായ പഴങ്ങളും പച്ചക്കറികളും 7ാമത്തെ ഗ്രൂപ്പാണ്. അവസാനമായി 8ാമത്തെ ഗ്രൂപ്പ് മറ്റ് പഴങ്ങളും പച്ചക്കറികളുമാണ്. ശരിക്കും ഒരു കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ എല്ലാ 8 ഭക്ഷണ ഗ്രൂപ്പുകളും ഉണ്ടായിരിക്കണം.
ഈ ഭക്ഷണങ്ങളെല്ലാം കുഞ്ഞിന്റെ വളർച്ചയെ സഹായിക്കുന്ന പോഷകങ്ങൾ നൽകുന്നു. കോംപ്ലിമെന്ററി ഫീഡിങ്ങിന്റെ വിശദാംശങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട മറ്റു ഭക്ഷണങ്ങൾ നോക്കാം. 6 മാസം മുതൽ 5 വർഷം വരെ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റുകൾ നൽകണം. ആരോഗ്യ പ്രവർത്തകർ ആഴ്ചയിൽ 2 തവണ ഇത് കുഞ്ഞുങ്ങൾക്ക് നൽകണം. വൈറ്റമിൻ എ സപ്ലിമെന്റ് വർഷത്തിൽ 2 തവണ നൽകണം. ഈ സപ്ലിമെന്റ് 9 മാസം മുതൽ 5 വയസ്സ് വരെ നൽകണം. സപ്ലിമെന്റുകൾ ഒരു ആരോഗ്യ പ്രവർത്തകന്റെ നേതൃത്വത്തിലാണ് നൽകേണ്ടത്. വയറിളക്കമുള്ള ഒരു കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള ENA കാണും. പോഷകാഹാരക്കുറവിന്റെ പ്രധാന കാരണമാണ് വയറിളക്കം. ഇത് ശരീരത്തിലെ ജലം നഷ്ടപ്പെടുന്നതിലും സോഡിയം, പൊട്ടാഷ്യം എന്നിവയുടെ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നു. മോശമായ ചില കേസുകളിൽ ശിശുമരണങ്ങളും സംഭവിക്കാം. അതിനാൽ വയറിളക്കം ചികിത്സിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ORS സിങ്ക് സപ്ലിമെന്റുകൾ വയറിളക്കം ചികിത്സിക്കാൻ സഹായിക്കുന്നു. ORS എന്നത് ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്സ് ആണ്. ഇത് ശരീരത്തിലെ വെള്ളവും സോഡിയം, പൊട്ടാഷ്യം എന്നിവയും നിറയ്ക്കുന്നു. പൊടി രൂപത്തിലാക്കിയുള്ള പാക്കറ്റുകളിൽ ഇത് വിപണിയിൽ സുലഭമാണ്. ഇത് ഉപയോഗിക്കുന്നതിന് ഒരു പാക്കറ്റ് ORS 1 ലിറ്റർ തിളപ്പിച്ച് തണുപ്പിച്ച് വെള്ളത്തിൽ കലർത്തുക. ORSനോടൊപ്പം സിങ്ക് സപ്ലിമെന്റും ആവശ്യമാണ്. സിങ്ക് എന്നത് കുട്ടികളിൽ വയറിളക്കത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നു. ഇത് കുഞ്ഞിന്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു. ഇത് 14 ദിവസത്തിൽ ഒരിക്കൽ നൽകണം. 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രതിദിനം 10 മില്ലിഗ്രാം സിങ്ക് നൽകണം. 6 മാസവും അതിൽ കൂടുതലുമുള്ളവർക്ക് പ്രതിദിനം 20 മില്ലിഗ്രാം സിങ്ക് നൽകണം. ഒരു ചെറിയ സ്പൂണിൽ സിങ്ക് ഗുളികകൾ മുലപ്പാലിൽ അല്ലെങ്കിൽ ORSൽ ലയിപ്പിക്കുക. തിളപ്പിച്ചാറിയ വെള്ളവും ഉപയോഗിക്കാം. ORS സിങ്ക് ഗുളികകൾ ആരോഗ്യ പ്രവർത്തകരുമായി ആലോചിച്ച ശേഷം നൽകണം. ORS, സിങ്ക് എന്നിവയ്ക്കൊപ്പം 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകണം. 6 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലും പിന്നെ അനുബന്ധ ഭക്ഷണങ്ങളും നൽകണം. രോഗമുണ്ടെങ്കിലും കുഞ്ഞിന് പലപ്പോഴും മുലപ്പാൽ നൽകണമെന്ന് ഓർമ്മിക്കുക. ഇത് വേഗത്തിൽ ഭേദപ്പെടാനും ശരീരഭാരം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് രോഗിയായ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മുലയൂട്ടലിനോടൊപ്പം കങ്കാരു മദർ കെയർ ഓരോ കുഞ്ഞിനും നൽകണം. കങ്കാരു മദർ കെയർ ഭാരക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കും ശുപാർശ ചെയ്യപ്പെടുന്നു. കങ്കാരു മദർ കെയർ എന്നതിനെക്കുറിച്ച് മറ്റൊരു ട്യൂട്ടോറിയലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് 6 മാസത്തിൽ കൂടുതൽ പ്രായമായാൽ ഭക്ഷണം 1.5 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക. വീണ്ടെടുക്കൽ കാലയളവിൽ കുഞ്ഞിന്റെ വിശപ്പ് തിരികെ വരുമ്പോൾ ഇത് ചെയ്യുക. പലതരം ഭക്ഷണങ്ങൾ നൽകി കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുഞ്ഞിന്റെ വിശപ്പിന്റെ സൂചനകൾ അനുസരിച്ച് കുഞ്ഞിന്റെ ടൈപ്പ് 1, ടൈപ്പ് 2 പോഷകസമ്പുഷ്ടമായ ഭക്ഷണം നൽകുക. ടൈപ്പ് 1, ടൈപ്പ് 2 പോഷകങ്ങളെക്കുറിച്ച് മറ്റൊരു ട്യൂട്ടോറിയലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. രോഗം കൂടുതലാണെങ്കിൽ അമ്മ ഉടൻ തന്നെ ഒരു ആരോഗ്യ പ്രവർത്തകനെ സമീപിക്കണം. ഗുരുതരമായ പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങളെ ആരോഗ്യ പ്രവർത്തകർ NRCയിലേക്ക് റെഫർ ചെയ്യണം. NRC ഒരു ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററാണ്. കടുത്ത പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണിത്. ഈ കേന്ദ്രം ശിശുക്കൾക്ക് പ്രത്യേക പോഷകാഹാര തെറാപ്പി നൽകുന്നു. 6 മാസം പൂർത്തിയായ കുഞ്ഞുങ്ങൾക്കും വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം അവ തയ്യാറാക്കി കൊടുക്കുന്നു. മുലയൂട്ടൽ, കുട്ടികളുടെ പോഷകാഹാരങ്ങൾ, ശിശു സംരക്ഷണം എന്നിവയെക്കുറിച്ച് അമ്മമാരെ ബോധവൽക്കരിക്കുന്നു. കുഞ്ഞിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ എസൻഷ്യൽ ന്യൂട്രീഷൻ ആക്ഷൻസ് പിന്തുടരുക. കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് തടയാനും ഇവ സഹായിക്കുന്നു.
ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.